Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyanur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ നഗരസഭാ ചെയർമാനായി അഡ്വക്കേറ്റ് സരിൻ ശശിയെ തിരഞ്ഞെടുത്തു. വെള്ളിയാഴ്ച നഗരസഭയിൽ ചേർന്ന യോഗത്തിൽ വോട്ടെടുപ്പിലൂടെയാണ് ചെയർമാനെ തിരഞ്ഞെടുത്തത്. പയ്യന്നൂരിന്റെ സ്വപ്നമായ പുതിയ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കുമെന്നും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളും പദ്ധതികളും നടപ്പിലാക്കുമെന്നും സരിൻ ശശി. തൃക്കരിപ്പൂരിൽ 5 ദിവസങ്ങളിലായി കായികാസ്വാദകർക്ക് വിരുന്നൊരുക്കിയ ദേശീയ സബ് ജൂനിയർ ടെന്നീകോ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവിധ ഇനങ്ങളിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 26 പോയിന്റ് നേടി തമിഴ്നാട് ഓവറോൾ ജേതാക്കളായി. നാല് ചുവരുകൾക്കുള്ളിലെ ഏകാന്തതയിൽ ലോകം അവസാനിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവർക്ക് ആത്മവിശ്വാസത്തിന്റെ ചിറകുകൾ നൽകി ഫ്ലൈ കൂട്ടായ്മ. ശാരീരിക പരിമിതികളെ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടക്കുന്ന 300-ലധികം അംഗങ്ങളുടെ ഈ വലിയ കുടുംബം ഇന്ന് അതിജീവനത്തിന്റെ പുതിയ മാതൃകയായി മാറിക്കഴിഞ്ഞു. പരിയാരത്തെ ആശ്വാസ് വാടക വീട് പദ്ധതി പ്രവൃത്തി പുരോഗമിക്കുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മിതമായ നിരക്കിൽ താമസ സൗകര്യമൊരുക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിയാരത്തും ആശ്വാസ് വീട് പണി ആരംഭിച്ചത്. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ നഗരസഭാ ചെയർമാനായി അഡ്വക്കേറ്റ് സരിൻ ശശിയെ തിരഞ്ഞെടുത്തു. വെള്ളിയാഴ്ച നഗരസഭയിൽ ചേർന്ന യോഗത്തിൽ വോട്ടെടുപ്പിലൂടെയാണ് ചെയർമാനെ തിരഞ്ഞെടുത്തത്. ഇപ്പോൾ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയാണ് സരിൻ ശശി. പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സണായി അഡ്വക്കേറ്റ് സരിൻ ശശിയെ തിരഞ്ഞെടുത്തു. രാവിലെ 10:30 തന്നെ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച പ്രകാരമുള്ള ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു. സരിൻ ശശിയും AK ശ്രീജയുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 45 വോട്ടർമാരിൽ ഒരാൾ വോട്ട് രേഖപ്പെടുത്താൻ വിസമ്മതിച്ചു. ബാക്കി 44 വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തി. 35 വോട്ടുകൾ നേടി അഡ്വക്കേറ്റ് സരിൻ ശശി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 9 വോട്ടുകളാണ് AK ശ്രീജ നേടിയത്. 38 വയസ്സുള്ള സരിൻ ശശി ഇപ്പോൾ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയും CPIM ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. ആദ്യമായാണ് പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ചെറിയ പ്രായത്തിൽ ബാലസംഘം ഭാരവാഹിയായി തുടങ്ങി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ അമരക്കാരനായി. SFI കണ്ണൂർ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്നു. പയ്യന്നൂർ കോളേജിൽ SFI യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. നിരവധി സമരങ്ങളിൽ മുന്നണി പോരാളിയായി. സാമ്പത്തിക ശാസ്ത്രത്തിലും നിയമത്തിലും ബിരുദധാരിയാണ്. പയ്യന്നൂർ വെള്ളൂർ സ്വദേശിയായ സരിൻ ശശി നഗരസഭയിലെ 45-ാം വാർഡായ പുതിയങ്കാവിൽ നിന്നും 560 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. പയ്യന്നൂർ ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവറും CITU നേതാവുമായിരുന്ന പരേതനായ പട്വൻ ശശിയുടെയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തക KV രമണിയുടെയും മകനാണ് സരിൻ ശശി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിന്റെ സ്വപ്നമായ പുതിയ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കുമെന്നും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളും പദ്ധതികളും നടപ്പിലാക്കുമെന്നും നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി. ചെയർമാനായി ചുമതലയേറ്റ ശേഷം നെറ്റ്വർക്ക് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു സരിൻ ശശി. വികസന പ്രവർത്തനങ്ങൾ നിലവിൽ കഴിഞ്ഞ നഗരസഭാ കൗൺസിലുകൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തന തുടർച്ചയാണ് ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിന് മുന്നാകെ LDFിൻ്റെ ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. ആ പ്രകടന പത്രികയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ദീർഘനാളായി പയ്യന്നൂർ ആവശ്യപ്പെടുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും നടത്താനുള്ള മുൻകൈയാണ് ഈ കൗൺസിൽ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും വിമർശനം ഉയർന്നത് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിനെതിരെയാണ്. ആ ബസ് സ്റ്റാൻഡിന്റെ നവീകരണത്തിനായി എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്? ബസ് സ്റ്റാൻഡ് നവീകരണമല്ല, പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണമാണ് നടത്തേണ്ടത്. അത് വിമർശനങ്ങൾ നേരത്തെ ശ്രദ്ധയിലുണ്ട്. ആ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും
പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂരിൽ വരാതിരിക്കാനുള്ള ഇടപെടൽ ഇവിടെ രാഷ്ട്രീയമായി നിർവഹിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വർഷം അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. എന്നാൽ ആ സാങ്കേതികമായ നൂലാമാലകളൊക്കെ പരിഹരിച്ചുകൊണ്ട് കഴിഞ്ഞ കൗൺസിൽ തന്നെ പുതിയ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്വാഭാവികമായിട്ടും ആ പ്രവർത്തനത്തിലൊന്ന് വേഗത്തിലാക്കാനും വളരെ അടിയന്തരമായി പയ്യന്നൂരിൽ പുതിയ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ഞങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അത് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുപോലെ ഉപയോഗശൂന്യമായി കിടക്കുന്ന പല കെട്ടിടങ്ങളുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫിലിം തിയേറ്റർ, അതിൻ്റെ നിർമ്മാണത്തിനാണ് കാര്യങ്ങൾ. അതെല്ലാം ഇനി അതിൻ്റെയൊക്കെ എന്താണ് അതിൻ്റെ സ്റ്റേജ് എന്നൊക്കെ പഠിച്ച ശേഷം മാത്രം പറയാൻ വേണ്ടി പറ്റുന്നതാണ്. ഏതായാലും പയ്യന്നൂരിന് ആവശ്യമുള്ള മുഴുവൻ വികസന പ്രവർത്തനങ്ങളും സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ ആവശ്യമായിട്ട് ഇടപെടൽ നിർവഹിക്കുന്ന നിലയുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയുടെ തുടർച്ചയായി ഇത്തവണ അഡ്വക്കേറ്റ് സരിൻ ശശിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് പുത്തൻ വികസനോന്മുഖ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശദീകരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാമറമാൻ പവിത്രൻ കണ്ടൂത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. തൃക്കരിപ്പൂരിൽ 5 ദിവസങ്ങളിലായി കായികാസ്വാദകർക്ക് വിരുന്നൊരുക്കിയ ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോറ്റ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവിധ ഇനങ്ങളിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 26 പോയിന്റ് നേടി തമിഴ്നാട് ഓവറോൾ ജേതാക്കളായി. നിലവിലെ ചാമ്പ്യന്മാരായ തമിഴ്നാടിനോടൊപ്പം പോണ്ടിച്ചേരിയും കേരളവും ആന്ധ്രാപ്രദേശും ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ടീമുകൾ ചാമ്പ്യൻഷിപ്പിൽ വേറുറ്റ മത്സരങ്ങളാണ് കാഴ്ചവെച്ചത്. ഉത്തര, മധ്യ, വടക്കുകിഴക്കൻ മേഖലകളിലെ സംസ്ഥാനങ്ങളെക്കാൾ മികവ് ദക്ഷിണേന്ത്യൻ സംസ്ഥാന ടീമുകൾക്കായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ടെന്നിക്കോറ്റ് സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചത്. വിവിധ വിഭാഗങ്ങളിലായി 26 പോയിന്റ് നേടിയാണ് തമിഴ്നാട് ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടിയത്. 15 പോയിന്റുമായി പോണ്ടിച്ചേരിയാണ് 2ാം സ്ഥാനത്ത്. ആതിഥേയരായ കേരളം 13 പോയിന്റുമായി 3ാം സ്ഥാനം നേടി. ആൺകുട്ടികളുടെ ടീം ചാമ്പ്യൻഷിപ്പിൽ തമിഴ്നാട് ജേതാക്കളായി. കേരളം 2ാം സ്ഥാനം നേടി. പെൺകുട്ടികളിൽ പോണ്ടിച്ചേരിക്കാണ് 1ാം സ്ഥാനം. തമിഴ്നാട് 2ാം സ്ഥാനം നേടി. വ്യക്തിഗത മത്സരത്തിലെ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എം ജോയൽ തമിഴ്നാട് 1ാം സ്ഥാനം നേടി. എം സൂരജ് കൊസൻ ജോയ് തമിഴ്നാട് 2ാമതെത്തി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പോണ്ടിച്ചേരിയുടെ ഭവിഷിക 1ഉം എ അസ്മിത 2ഉം സ്ഥാനം നേടി. ആൺകുട്ടികളുടെ ഡബിൾസിൽ കേരളത്തിന്റെ ടി ആദിന്ദ്, ഇ എം കൃഷ്ണദേവ് ടീം ജേതാക്കളായി. തമിഴ്നാടിന്റെ ജി മൈക്കിൾ ജബാസ്റ്റിൻ, ജെ സുധിൻ ടീമാണ് 2ാം സ്ഥാനത്ത്. പെൺകുട്ടികളുടെ ഡബിൾസിൽ പോണ്ടിച്ചേരിയുടെ ബി ദിവ്യശ്രീ, കെ കാവ്യ ടീം കിരീടം ചൂടി. തമിഴ്നാടിന്റെ ബി എസ് യുദ്ധിക വി എ, കൃഷിത ടീം 2ാം സ്ഥാനം നേടി. മിക്സഡ് ഡബിൾസിൽ കേരളത്തിന്റെ എൻ മുഹമ്മദ് എം, തേജശ്രീ ടീം ജേതാക്കളായി. ആന്ധ്രാപ്രദേശിന്റെ ഗൊല്ല പുരുഷോത്തം, നെയ്യല ദിവ്യ ടീമിനാണ് 2ാം സ്ഥാനം. സമാപന സമ്മേളനം സിനിമാ താരം പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ ടി വി ബാലൻ അധ്യക്ഷത വഹിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോളർ എം സുരേഷ് സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം എം രജീഷ് ബാബു, ജനറൽ കൺവീനർ കെ വി ഗോപാലൻ, രക്ഷാധികാരി കെ വി രാഘവൻ മാസ്റ്റർ, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം പി അശോകൻ മാസ്റ്റർ, ടെന്നിക്കോറ്റ് അസോസിയേഷൻ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്യാമ സ്വാമിനാഥൻ, ദേശീയ സെക്രട്ടറി എ ദിനേശ് കുമാർ, മീഡിയ കമ്മിറ്റി ചെയർമാൻ ഉർമേസ് തൃക്കരിപ്പൂർ, സ്പോർട്സ് കൗൺസിൽ അംഗം കെ മധുസൂദനൻ, ജില്ലാ പ്രസിഡന്റ് എം രവി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി 6 ദിവസങ്ങളിലും ഭക്ഷണം തയ്യാറാക്കി നൽകിയ വി രാജീവൻ, കെ ശ്രീജിത്ത് എന്നിവരെ സമാപന ചടങ്ങിൽ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നാല് ചുവരുകൾക്കുള്ളിലെ ഏകാന്തതയിൽ ലോകം അവസാനിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവർക്ക് ആത്മവിശ്വാസത്തിന്റെ ചിറകുകൾ നൽകുകയാണ് ഫ്ലൈ എന്ന കൂട്ടായ്മ. ശാരീരിക പരിമിതികളെ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടക്കുന്ന 300-ലധികം അംഗങ്ങളുടെ ഈ വലിയ കുടുംബം ഇന്ന് അതിജീവനത്തിന്റെ പുതിയ മാതൃകയായി മാറിക്കഴിഞ്ഞു. പതിവ് തെറ്റാതെ ഇക്കുറിയും ഫ്ലൈ അംഗങ്ങൾ പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. ഒട്ടനവധി പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും അതിലുപരി ഒട്ടനവധി കഴിവുകളുള്ളവരാണ് ഇവിടെയുള്ള ഓരോരുത്തരും. അവരുടെ കാഴ്ചകളൊന്ന് കണ്ടുവരാം. ാണ് ഈ വിപ്ലവകരമായ കൂട്ടായ്മയുടെ തുടക്കം. മസ്കുലർ ഡിസ്ട്രോഫി ബാധിച്ച് ചലനശേഷി നഷ്ടപ്പെട്ട ആലപ്പടമ്പിലെ രാജീവൻ, ലോകപ്രശസ്ത മൗത്ത് പെയിന്റർ ഗണേഷ് കുമാർ, സാമൂഹ്യ പ്രവർത്തകൻ സുരേഷ് MM എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ആലോചനകളാണ് ഫ്ലൈ എന്ന ട്രസ്റ്റിന് രൂപം നൽകിയത്. ഞങ്ങളുടെ ഫ്ലൈയുടെ 19ാമത്തെ വാർഷിക കൂട്ടായ്മയാണ്
സഹവാസ ക്യാമ്പാണ് ഇവിടെ കേശവതീരത്ത് വെച്ച് നടക്കുന്നത്. ഇത് ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് കൂടുതൽ സപ്പോർട്ടൊക്കെ ചെയ്ത നമ്മൾ ഈ സ്ഥാപനത്തിൽ വെച്ച് നമ്മളൊരു ക്യാമ്പ് 3 ദിവസത്തെ ഇത്രയും 100-300 ആളുകളെ ഭിന്നശേഷിക്കാരായ ആളുകളും അല്ലാത്തവരുമായ ഒരു കൂട്ടായ്മ, അപ്പോൾ അവരെ താമസിപ്പിക്കാനും അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് കേശവതീരത്തിലെ സ്ഥാപനവും അതിൻ്റെ ഡയറക്ടറും ഒക്കെ ആയിരുന്ന MD ഒക്കെ ആയിരുന്ന വിഷ്ണു നമ്പൂതിരിയാണ്. വിഷ്ണുവേട്ടൻ ഇപ്പോൾ ആകസ്മികമായി നമ്മളെ വിട്ടുപിരിഞ്ഞു. 1 വർഷം തികയുന്നേ ഉള്ളൂ. ചലനപരിമിതർ നേരിടുന്ന അവഗണനകൾക്കെതിരെ അധികാരികളുടെയും പൊതുസമൂഹത്തിൻ്റെയും ശ്രദ്ധ തിരിക്കുക എന്നതായിരുന്നു ഈ കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യം. വെറുമൊരു സംഘടന എന്നതിലുപരി അംഗങ്ങളുടെ സർഗാത്മകവും തൊഴിൽപരവുമായ കഴിവുകളെ വളർത്തുന്ന ഒരിടമായി ഫ്ലൈ മാറി. അപ്പോൾ ഇത്തരം ആൾക്കാരുടെ മാനസിക ലോകത്തെ നമ്മൾ കാണുകയും അതിനെ അംഗീകരിക്കുകയും അതിന് കൂടുതൽ പ്രൊമോഷൻ കൊടുക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഫ്ലൈ ആരംഭിച്ചത്. ഏകദേശം ഇത്രയും വർഷങ്ങൾ കൊണ്ട് 18 വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇത്രയും ആൾക്കാർക്ക് ഏകദേശം 500 പേർക്ക് നിരന്തരം ഇങ്ങനെ ക്യാമ്പുകൾ നടത്തിയും മറ്റ് പരിപാടികൾ നടത്തിയും അവരുടെ ക്രിയേറ്റിവിറ്റിയും അവരുടെ മറ്റ് കഴിവുകളും ഒക്കെ വളർത്തിയെടുക്കാനും അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാനും അവരുടെ വ്യക്തിത്വബോധം അവരുടെ അഭിമാനബോധം വളർത്തിയെടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ശാരീരിക ആവശ്യകതകൾ മനസ്സിൻ്റെ പരിമിതിയല്ലെന്ന് ഈ കൂട്ടായ്മ തെളിയിക്കുന്നു. ഇവരെല്ലാം മറന്ന് 3 ദിവസം ആഘോഷിക്കുന്ന ദിവസങ്ങളാണിത്. വീടുകളിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരിൽ നിന്നും 19 കൊല്ലമായിട്ട് ഇവരെ ഒന്നിച്ചു ചേർക്കുകയും അവരെ സർഗാത്മകതകൾ മുഴുവൻ പുറത്തെടുക്കുകയും എഴുത്തായാലും വരയായാലും എല്ലാ തരത്തിലും ഏറെ മുന്നേറാൻ ഓരോരുത്തർക്കും കഴിഞ്ഞിട്ടുണ്ട്. അവർ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാനും അർഹതയുള്ളത് നേടിയെടുക്കാനൊക്കെ ഫ്ലൈയിലൂടെ അവർ പ്രാപ്തരായിട്ടുണ്ട്. അധികാരികളുടെയും പൊതുസമൂഹത്തിൻ്റെയും കൂടുതൽ പിന്തുണ ലഭിച്ചാൽ ഇനിയും ഉയരങ്ങളിലേക്ക് പറക്കാൻ ഈ ഫ്ലൈ കൂട്ടായ്മയ്ക്ക് സാധിക്കും. സന്തോഷങ്ങളും സങ്കടങ്ങളും വിശേഷങ്ങളും മാത്രം പങ്കുവയ്ക്കുക എന്നതിലുപരി നിരവധി പരിശീലന ക്ലാസുകൾക്കും ഈ 3 ദിവസത്തെ ഒത്തുചേരലിലൂടെ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. പരിയാരത്തെ ആശ്വാസ് വാടക വീട് പദ്ധതി പ്രവൃത്തി പുരോഗമിക്കുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മിതമായ നിരക്കിൽ താമസ സൗകര്യമൊരുക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിയാരത്തും ആശ്വാസ് വീട് പണി ആരംഭിച്ചത്. ആശ്വാസ് ഭവന പദ്ധതി പ്രകാരം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിർമ്മിക്കുന്ന ആശ്വാസ വാടക വീട് പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. 2ാം പിണറായി സർക്കാരിന്റെ 1ാം വാർഷിക സമ്മാനമായി കേരള സംസ്ഥാന ഹൗസിംഗ് ബോർഡാണ് 6 കോടി രൂപ ചെലവിൽ പദ്ധതി ആരംഭിച്ചത്. 2022 ഏപ്രിൽ 18-ന് ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജനാണ് തറക്കല്ലിട്ടത്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ തേടുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മിതമായ നിരക്കിൽ താമസ സൗകര്യമൊരുക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പരിയാരത്തും ആശ്വാസ വീടുപണി ആരംഭിച്ചത്. 6 കോടി രൂപ ചിലവിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ 106 പേർക്ക് ഒരേ സമയം താമസിക്കാൻ കഴിയുന്ന 3 നില കെട്ടിടമാണ് പണിയുക. മെഡിക്കൽ കോളേജിന്റെ 50 സെന്റ് സ്ഥലം ഇതിനായി വിട്ടുനൽകി. താഴത്തെ നിലയിൽ 10 ബാത്ത് അറ്റാച്ച്ഡ് മുറികളും 8 കിടക്കകളുമുള്ള ഡോർമെട്രിയുമാണ് ഉണ്ടാവുക. 1ാം നിലയിൽ 12 ബാത്ത് അറ്റാച്ച്ഡ് മുറികളും 64 കിടക്കകളുള്ള ഡോർമെട്രിയും 2ാം നിലയിൽ 12 മുറികളുമാണ് ഉണ്ടാകുക. മെഡിക്കൽ കോളേജും സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡും സംയുക്തമായാണ് നടത്തിപ്പ് ചുമതല നിർവഹിക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി വിപണിയിൽ കേക്കുകൾക്ക് വൻ ഡിമാൻഡാണ്. പയ്യന്നൂരിലെ ബേക്കറി രംഗത്ത് ദശാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള കമല ബേക്കറി ഇത്തവണയും വൈവിധ്യമാർന്ന കേക്കുകളുമായി വിപണിയിൽ സജീവമാണ്. ഗുണമേന്മയിലും രുചിയിലും വിട്ടുവീഴ്ചയില്ലാത്ത കമല ബേക്കറിയുടെ കേക്കുകൾ തേടി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നുണ്ട്. ഈ സീസണിൽ കമല ബേക്കറി പുറത്തിറക്കിയ വിവിധയിനം കേക്കുകളിൽ കൂടുതൽ ആവശ്യക്കാരുള്ളത് ചോക്ലേറ്റ് കേക്കിനാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഈ കേക്ക് അതീവ രുചികരമായും മികച്ച നിലവാരത്തിലുമാണ് ഇവിടെ തയ്യാറാക്കുന്നത്. കമല ബേക്കറിയിലെ ചോക്ലേറ്റ് കേക്കിന്റെ നിർമ്മാണ രഹസ്യം അതിന്റെ ചേരുവകളിലെ കൃത്യതയാണ്. മികച്ച ഗുണനിലവാരമുള്ള കൊക്കോ പൗഡർ, ഫ്രഷ് വെണ്ണ, മുട്ട, പഞ്ചസാര, മൈദ എന്നിവയ്ക്കൊപ്പം കേക്കിന് മൃദുത്വം നൽകാൻ പ്രത്യേക മിശ്രിതങ്ങളും ചേർക്കുന്നു. മൈദയും കൊക്കോ പൗഡറും കൃത്യമായ അളവിൽ അരിച്ചെടുത്ത് പഞ്ചസാരയും വെണ്ണയും മുട്ടയും ചേർത്ത് നന്നായി അടിച്ചെടുത്ത മിശ്രിതത്തിലേക്ക് ഇത് പതുക്കെ ചേർക്കുന്നു. മുൻകൂട്ടി ചൂടാക്കിയ ഓവനുകളിൽ കൃത്യമായ താപനിലയിൽ ബേക്ക് ചെയ്തെടുക്കുന്ന കേക്കുകൾക്ക് പ്രത്യേക മണവും രുചിയുമാണ്.
ബേക്ക് ചെയ്തെടുത്ത കേക്കിന് മുകളിൽ ചോക്ലേറ്റ് ഗനാഷും ചോക്ലേറ്റ് ചിപ്സും ചേർത്ത് അലങ്കരിക്കുന്നതോടെ കമല ബേക്കറിയുടെ സ്പെഷ്യൽ ചോക്ലേറ്റ് കേക്ക് തയ്യാർ. വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള വിദഗ്ധരായ തൊഴിലാളികളാണ് ഇവിടെ കേക്കുകൾ തയ്യാറാക്കുന്നത്. പ്ലം കേക്ക്, മാർബിൾ കേക്ക്, വൈറ്റ് ഫോറസ്റ്റ് തുടങ്ങി നിരവധിയായ ഇനങ്ങളുണ്ടെങ്കിലും ചോക്ലേറ്റ് കേക്കിന്റെ വിപണി ഇത്തവണ റെക്കോർഡ് വേഗതയിലാണ് മുന്നേറുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ വൈവിധ്യങ്ങളുമായി ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് പയ്യന്നൂർ കമല ബേക്കറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്നിൽ CPM പ്രവർത്തകയുടെ ഇരുചക്രവാഹനം നശിപ്പിച്ചതായി പരാതി. ചെറുകുന്നിലെ സഹകരണ ബാങ്കിലെ ബിൽ കളക്ടർ കൂടിയായ CV സജിനയുടെ സ്കൂട്ടറാണ് നശിപ്പിക്കപ്പെട്ടത്. കണ്ണപുരം പോലീസിൽ പരാതി നൽകി. ചെറുകുന്നിൽ വീടിന് സമീപത്തെ റോഡിന് സമീപം നിർത്തിയിട്ട CV സജിനയുടെ ഇരുചക്രവാഹനമാണ് നശിപ്പിച്ചത്. വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. സ്കൂട്ടിയുടെ സീറ്റ് കീറിയ നിലയിലാണ്. CPM പ്രവർത്തകയായ സജിന ചെറുകുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ കളക്ഷൻ ഏജന്റായി ജോലി ചെയ്യുകയാണ്. വാഹനത്തിന് സമീപത്തു നിന്നും കത്തിയും ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ RSS BJP പ്രവർത്തകരാണെന്ന് കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം VV നാരായണൻ ആരോപിച്ചു. കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം VV നാരായണൻ, K ഷാജി, ഷീജ VV, ശ്രീലേഖ പ്രകാശ്, P പവിത്രൻ, VV സജിത്ത് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. കണ്ണപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാങ്കോൽ പാനോത്തെ VP കണ്ണപ്പെരുവണ്ണാന് കേരള ഫോക്ലോർ അക്കാദമിയുടെ 2023 വർഷത്തെ അവാർഡ്. 78കാരനായ കണ്ണപ്പെരുവണ്ണാന് ഇത് വൈകിയെത്തിയ അംഗീകാരം. ഭക്തർക്ക് അനുഗ്രഹം നൽകാൻ തെയ്യാട്ടക്കാവുകളിൽ തെയ്യങ്ങൾ ഉറഞ്ഞാടുന്ന കാലമാണിത്. കാങ്കോൽ പാനോത്തെ 78കാരനായ കണ്ണപ്പെരുവണ്ണാന് ഫോക്ലോർ അവാർഡ് വൈകിയെത്തിയ അംഗീകാരമാണ്. അവാർഡ് വിവരമറിഞ്ഞ് വീടിൻ്റെ പൂമുഖത്തിരിക്കുമ്പോൾ പുരാവൃത്തം പാടി തെയ്യങ്ങളെ തോറ്റിയുണർത്തിയ പഴയ കാലത്തിലേക്ക് കണ്ണപ്പെരുവണ്ണാൻ്റെ ഓർമ്മകൾ കടന്നുപോയിട്ടുണ്ടാവും. മാറ്റുവാൻ വൈത്തരാം എല്ലാം വിളിച്ചു പെരുപ്പമാക്കല്ലേ ഒരു 60 കൊല്ലായി രംഗത്ത് പണിയെടുക്കുന്നു. നേരത്തിൻ്റെ എല്ലാ പണിയും എടുക്കും, സ്വന്തമായിട്ട് എടുക്കും, എല്ലാ സാധനവും ഉണ്ടാക്കും. 10 വയസ്സ് മുതൽ കിട്ടുന്നുണ്ട്. എല്ലാം കുറേ കോലങ്ങൾ ധരിച്ചിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളും നടന്നിട്ടുണ്ട്. 7 പതിറ്റാണ്ട് ഇദ്ദേഹം തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. നിരവധി കാവുകളിലും ക്ഷേത്രങ്ങളിലും എത്രയോ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. കതിവനൂർ വീരൻ, പണയക്കാട്ട് ഭഗവതി, കണ്ണങ്ങാട്ട് ഭഗവതി, ഊർപ്പഴശ്ശി തുടങ്ങിയ തെയ്യക്കോലങ്ങൾ അവയിൽ ചിലത് മാത്രമാണ്. തെയ്യച്ചമയങ്ങൾ അണിയിച്ചൊരുക്കുന്നതിലും കണ്ണപ്പെരുവണ്ണാന് പ്രത്യേകം കരവിരുതുണ്ട്. കരവിരുത് മാത്രമല്ല, ഏതാണ്ടെല്ലാ തെയ്യക്കോലങ്ങളുടെയും തോറ്റംപാട്ടുകളും മനപാഠമാണ്. നിരവധി കളിയാട്ടങ്ങളിൽ പ്രധാന തെയ്യക്കോലങ്ങൾക്ക് ഇദ്ദേഹം മുഖത്തെഴുതിയിട്ടുണ്ട്. കളിയാട്ടസ്ഥലങ്ങളിൽ തെയ്യങ്ങളെ തൂറ്റിയുണർത്തിയ പഴയ കാലമോർത്ത് കണ്ണപ്പെരുവണ്ണാൻ വീട്ടിൽ ഇന്ന് വിശ്രമത്തിലാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കാങ്കോൽ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണവും അനുമോദനവും സംഘടിപ്പിച്ചു. വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു.
കാങ്കോൽ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും സൗദി കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ TP മൃദുലിനുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇവരെല്ലാം അനുമോദിക്കുന്നതിനാണ് മോഡി പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട നിലയിലാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി നടന്നിട്ടുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങളുടെ ഒരർത്ഥത്തിലുള്ള വലിയ പോരാട്ടത്തിൻ്റെ ഉത്പന്നമായിട്ടാണ് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ചത്. MV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. T ദിവാകരൻ മാസ്റ്റർ, UV സുഭാഷ് മാസ്റ്റർ, രവി മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വായനശാല മ്യൂസിക് ക്ലബ്ബ് ഒരുക്കിയ സംഗീത വിരുന്ന് അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പെരളം പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ 70ാം വാർഷികാഘോഷത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. പെരളം പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ 70ാം വാർഷികാഘോഷത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. കൊഴുമൽ ബാങ്ക് പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര പെരളം മുക്കിലെത്തി തിരികെ വായനശാല അങ്കണത്തിൽ സമാപിച്ചു. ബാൻഡ് മേളത്തിന്റെയും മുത്തുക്കൊടി ഏന്തിയ വനിതകളുടെയും അകമ്പടിയോടെയാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത്. മുന്നിൽ നടന്ന കഥകളി വേഷവും ആകർഷകമായി. നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരുന്നു. M രാഘവൻ, MV രാധാകൃഷ്ണൻ മാസ്റ്റർ, K സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അന്നൂർ കാരയിലെ ജഗദീശ്വരി കലാമന്ദിരം കെട്ടിടോദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ചടങ്ങിൽ മുഖ്യാതിഥിയായി. സുധി പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ കലാമന്ദിരം കുട്ടികളുടെ പഞ്ചാരിമേളത്തോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത്. TI മധുസൂദനൻ MLA കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂരിനുള്ള ചില പ്രത്യേകതകൾ കാരാത് പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. ഇതിന് തൊട്ട് വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും സാംസ്കാരിക നായകന്മാരുടെയും എഴുത്തുകാരുടെയും എല്ലാം പേരിലുള്ള നിരവധിയായ സ്ഥാപനങ്ങൾ നമ്മുടെ ചുറ്റും പ്രവർത്തിക്കുന്നുണ്ട്. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജഗദീശ്വരി കലാമന്ദിരം ചെയർമാൻ KP രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. K രവീന്ദ്രൻ, C വൈശാഖ്, KV റീത്ത, ഫർസാന MS, സദാശിവൻ VP, P സുരേശൻ, ബാബു നമ്പ്യാർ, P ദിലീപൻ, KK ശ്രീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് വാദ്യാചാര്യ പയ്യന്നൂർ സുധി, തൃക്കരിപ്പൂർ ജയരാമ മാരാർ, ഭാർഗവൻ പയ്യന്നൂർ, കളരിഗുരുക്കൾ ബിനു K എന്നിവരെ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കളരിഗുരുക്കൾ ബിനു Kയുടെ ശിക്ഷണത്തിൽ പരിശീലിച്ച കളരിക്കുട്ടികളുടെ കോൽക്കളി അരങ്ങേറ്റവും പയ്യന്നൂർ നഗരസഭ വജ്രജൂബിലി ഫെലോഷിപ്പ് പഠിതാക്കളുടെ പൂരക്കളി അവതരണവും കാറമേൽ ശാന്തി കളരി സംഘത്തിന്റെ പൂരക്കളി അവതരണവും അന്നൂർ കലാമണ്ഡപത്തിന്റെ നൃത്തനിശ അവതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സുഹൃത്ത് സംഘം പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ 4ാമത് നാടകോത്സവവും റെഡ് പ്രശാന്ത് അനുസ്മരണവും ഡിസംബർ 27, 28, 29 തീയതികളിൽ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര മൈതാനത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 27 രാത്രി 7:30 നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം, സപ്ലിമെന്റ് പ്രകാശനവും പ്രശസ്ത സിനിമാ നാടക പ്രവർത്തകൻ പ്രകാശൻ ചെങ്ങൽ നിർവഹിക്കും. PU രാജൻ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ കലിയത്തിൽ ബാബുവിനെ ആദരിക്കും. 3 ദിവസങ്ങളിലായി നവജാത ശിശു, വയസ്സ് 84, നേർക്കുനേർ, കടുവ തുടങ്ങിയ നാടകങ്ങൾ അരങ്ങേറും. റെഡ് പ്രശാന്ത് അനുസ്മരണ ചടങ്ങ് പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്യും. TP അനിൽകുമാർ അധ്യക്ഷനാകും. സജിത് കുമാർ KP, NV രാജീവൻ, നഗരസഭാ കൗൺസിലർമാരായ M പ്രദീപൻ,
AK ശ്രീജ, ദിവ്യ കരിപ്പത്ത്, KV മോഹനൻ, NV സുമ തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിൽ സംബന്ധിക്കും. KP സുനിൽകുമാർ, NV രാജീവൻ, KP ഷൈജു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ശ്രീരാഘവപുരം സഭായോഗം മഹാവേദ ഭജനവും വാർഷിക സഭയും ചെറുതാഴം കണിശ്ശേരിക്കാവിൽ പുരോഗമിക്കുന്നു. ഡിസംബർ 28 വരെയാണ് പരിപാടി നടക്കുന്നത്. വൈദിക വിദ്യാഭ്യാസം, ഗോരക്ഷ, ചരിത്രം, സാമൂഹ്യക്ഷേമം, ക്ഷേത്ര സംരക്ഷണം, കല, പരിസ്ഥിതി തുടങ്ങി 12 മേഖലകളിൽ സേവനം ചെയ്യുന്ന പൗരാണിക ധർമ്മസംഘടനയായ ചെറുതാഴം ശ്രീരാഘവപുരം സഭായോഗത്തിന്റെ 1232ാമത് മഹാവേദഭജനത്തിനും വാർഷിക സഭയ്ക്കും ഡിസംബർ 24 മുതൽ ചെറുതാഴം കണ്ണിശ്ശേരിക്കാവിൽ തുടക്കമായി. ഡിസംബർ 28 വരെയാണ് പരിപാടി നടക്കുന്നത്. വെള്ളിയാഴ്ച നടന്ന സെഷനിൽ ക്ഷേത്ര വികസനം, മൈസൂർ കള്ളഹള്ളി ഭൂവരാഹ ക്ഷേത്രത്തിന്റെ മാതൃക എന്ന വിഷയത്തിൽ മൈസൂർ പരകാലമഠം പ്രതിനിധി വിഷ്ണു ക്ലാസ് എടുത്തു. Not as quickly as it is happening now. इतने पे उड़ने अरेस्ट करने का अगर कारण है. So public sentiment has to be created as well. In the oral request order, I will finish my talk. I think I have run past my time as well. Sorry about that. धन्यवाद. Thank you. നിരവധി പേർ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ലക്ഷിത് ചികിത്സാ സഹായനിധിയിലേക്കായി സംഗീതയാത്ര സംഘടിപ്പിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പയ്യന്നൂർ നഗരസഭാ ചെയർമാനായി അഡ്വക്കേറ്റ് സരിൻ ശശിയെ തിരഞ്ഞെടുത്തു. വെള്ളിയാഴ്ച നഗരസഭയിൽ ചേർന്ന യോഗത്തിൽ വോട്ടെടുപ്പിലൂടെയാണ് ചെയർമാനെ തിരഞ്ഞെടുത്തത്. പയ്യന്നൂരിന്റെ സ്വപ്നമായ പുതിയ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കുമെന്നും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളും പദ്ധതികളും നടപ്പിലാക്കുമെന്നും സരിൻ ശശി. തൃക്കരിപ്പൂരിൽ 5 ദിവസങ്ങളിലായി കായികാസ്വാദകർക്ക് വിരുന്നൊരുക്കിയ ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവിധ ഇനങ്ങളിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 26 പോയിന്റ് നേടി തമിഴ്നാട് ഓവറോൾ ജേതാക്കളായി. നാല് ചുവരുകൾക്കുള്ളിലെ ഏകാന്തതയിൽ ലോകം അവസാനിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം മനുഷ്യരെ ചേർത്ത് പിടിച്ച് അവർക്ക് ആത്മവിശ്വാസത്തിന്റെ ചിറകുകൾ നൽകി ഫ്ലൈ കൂട്ടായ്മ. ശാരീരിക പരിമിതികളെ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടക്കുന്ന 300-ലധികം അംഗങ്ങളുടെ ഈ വലിയ കുടുംബം ഇന്ന് അതിജീവനത്തിന്റെ പുതിയ മാതൃകയായി മാറിക്കഴിഞ്ഞു. പരിയാരത്തെ ആശ്വാസ് വാടക വീട് പദ്ധതി പ്രവൃത്തി പുരോഗമിക്കുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മിതമായ നിരക്കിൽ താമസ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിയാരത്തും ആശ്വാസ് വീട് പണി ആരംഭിച്ചത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.